ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് ഇറങ്ങാന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് പല ആസ്പെക്ട്സിലും പല കാര്യങ്ങളിലും നമ്മുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എപ്പോഴും നിലനിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഹാപ്പിനെസ് അല്ലാന്നുണ്ടെങ്കിൽ ജോയ് എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലേ. ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യത്തെ നമുക്ക് ട്രൂത്ത്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ ആ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ മറ്റാളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കും ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ നമുക്കും ഒരു ഓക്കെ, ഒരു കംഫർട്ട് ഫീലിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിനും ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സന്തോഷം, നമ്മളെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ സന്തോഷവാനായിട്ട് മാറുന്നത്? നമുക്കിങ്ങനെ പറയല്ലേ, ഞാൻ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നേടുമ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയാൻ പറ്റൂലേ. അതായത് നേട്ടങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ഒരു അവസ്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. എന്താണ് നേട്ടം എന്ന് പറയുന്നത്? ദരിദ്രന് സമ്പന്നനാവാനാണല്ലേ ആഗ്രഹം. സമ്പന്നനോ മനസ്സമാധാനത്തോടെ കൂടിയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നിരുന്ന നമ്മളെ യാചകന് എന്താണ് ആഗ്രഹിക്കുന്നത്? ദരിദ്രൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്കൊന്ന് സമ്പന്നനായിട്ട് മാറണം എന്നുള്ളതാണല്ലേ. അപ്പൊ എല്ലാവരും നേട്ടങ്ങളാണ് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ ഈ നേട്ടങ്ങൾ നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്? എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ. അതായത് നമ്മള് ആഹ് എന്തിനാണ് നീ ജോലിക്ക് പോകുന്നത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് നല്ല രീതിയിൽ ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ നോക്കിയിട്ട്, ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലേ നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ നേട്ടമാണ് ആഗ്രഹിക്കുന്നത് ല്ലേ. അപ്പോഴൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചെയ്യുന്ന ഒരാള് എന്താണോ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ല്ലേ. നമ്മളവിടെ ഹാപ്പിനെസ് ആണോ എന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ നേട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചുറ്റുപാടും മൊത്തം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മളെ നേട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഹാപ്പിനെസിന്റെ കീ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ കേട്ടിട്ടുണ്ട് ല്ലേ, ത്യാഗങ്ങള് സഹിക്കുന്നവരെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ എന്നൊരു കോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ശരിക്കലും ഈ പറയുന്ന സംഭവം പക്കാ അബദ്ധാണ് ട്ടോ. ഈ പക്കാ പൊട്ടത്തരാണ് ട്ടോ. ഒരിക്കലും ത്യാഗങ്ങൾ നേടിയിട്ട് മാത്രമല്ല ആളുകൾ സക്സസ് ആവുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? ജോലിയൊക്കെ ജോലിയിൽ എങ്ങനെ സക്സസ് ആവുന്നത്? വീട്ടിലെ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ ത്യജിച്ചിട്ടും അതിന്റെ ഒരു ബാലൻസിലല്ല. എന്തിനാ സക്സസ് ആവുന്നത്? എങ്ങനെ? മനസ്സമാധാനം കഴിഞ്ഞിട്ടാണ് പണക്കാരനായിട്ടുള്ളത്. മനസ്സമാധാനം കളഞ്ഞിട്ടാണ് സക്സസ് ആയിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കലും നമ്മൾ ത്യജിക്കേണ്ടതായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ? നമ്മളെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കാര്യം ത്യജിക്കുന്നതിലൂടെ, നെഗറ്റീവ് ആയിട്ട് തോട്ട്സിനെ കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സക്സസിലേക്ക് എത്തുന്നുള്ളതാണ്. അതിനപ്പുറമായി നമ്മൾ നേട്ടങ്ങളിലേക്ക് എത്തുന്നുള്ളതാണ്. നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷവാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മളെ ലൈഫിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കൾ? നമ്മളുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യുന്ന ഏതെല്ലാം തോട്ട്സ് ഉണ്ടോ ആ തോട്ട്സിനെല്ലാം നമുക്ക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തതായിട്ടുള്ള എല്ലാ തോട്ട്സും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തുന്നതിലൂടെ ആ ഒരു തോട്ട്സിനെ നമ്മൾ, അതായത് നമ്മളെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാത്ത തോട്ട്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ, ത്യജിക്കുന്നതിലൂടെ നമ്മൾ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്രത്തോളമാണോ നമ്മളെ സെൽഫിൽ നന്ദി പ്രകടിപ്പിക്കുന്നത്, നന്ദിയുള്ളവരായിട്ട് മാറുന്നത്, അത്രത്തോളം നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ്സിന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലേ? അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മൾ നമ്മുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഖുർആനിക് വേഴ്സസുകളിലൊക്കെ കേട്ടിട്ടുള്ളതായിട്ടുള്ള സംഭവമാണ് ല്ലേ.
എല്ലായിടത്തും അസീദന്നക്കും എന്നുള്ളത്. അതായത് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്ന് ദൈവം പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇവിടൊക്കെ എന്താണ് ഇസ്ലാമിക സ്പിരിച്വാലിറ്റിയിലും പല റിലീജിയനിലും ഈ ഒരു കാര്യത്തെ മെൻഷൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം നമ്മളെ മെന്റൽ വൈബ്രേഷൻ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് വൈബ്രേഷൻ ആണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഇമോഷനാണ് നമ്മൾ ഇരിക്കുന്നത് എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എനർജി, നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ട്, നമ്മൾ വളരെയധികം നന്ദിയുള്ളവരായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴേക്കും നമുക്ക് സാഡ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ പറയലുണ്ടല്ലേ, എന്ത് ചൂടെന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, തണുപ്പ് കുറഞ്ഞൊരവസ്ഥയെ നമ്മൾ ചൂടെന്ന് പേരിട്ട് വിളിക്കുന്നത്. അതുപോലെ തന്നെ സന്തോഷം കുറഞ്ഞൊരവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞിട്ടുള്ള, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മോർ ഫോക്കസ് ചെയ്ത് നമ്മൾ ചിന്തയെ കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഇല്ലാത്ത ദുഃഖം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സന്തോഷമുള്ള അവസ്ഥയെ നമ്മൾ കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ ലൈഫിൽ ഓരോരോ ചെറിയ കാര്യങ്ങളിലും നമ്മൾ വാല്യൂ കൊടുക്കാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മുടെ ഹാർട്ടിൽ നിന്ന്, നമ്മുടെ ഇന്നർ വേൾഡിൽ നിന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുക താങ്ക് യു എന്നുള്ളത്. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഏതൊരവസ്ഥയിലാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജീനെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള, നമ്മളെ പ്രോഗ്രാം ചെയ്തതായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈ പാപം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ പന പോലെ വളർത്തുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ശരിക്കും ഈ പറയുന്ന കാര്യം ട്രൂത്ത് അല്ല ട്ടോ. നമ്മള് പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറേ ബിലീഫ് സിസ്റ്റം നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പത്തെ ഒരു ലൈഫ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിൽ കേട്ട ഒരു സംഭവമാണ് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ പല പോലെ ദൈവം വളർത്തുമെന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല മനസ്സോടെ സമാധാനത്തോടെ മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്ക് ഈ പ്രപഞ്ചം അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരുടെ കൂടെ ഒരിക്കലും ഈ ഒരു പ്രപഞ്ചം കൂടെ നിൽക്കില്ല എന്നുള്ളതാണ്. പല മോഗുമാരും പല സന്യാസിനിമാരും പല പ്രവാചകന്മാരും ഈ ഒരു കാര്യത്തെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം തന്നെയാണ് നിലനിൽക്കുന്ന സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് സന്തോഷം നമ്മുടെ ലൈഫിൽ നിലനിർത്തണോ, സന്തോഷം നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടെത്താൻ തയ്യാറാവുക. എന്തെല്ലാം കാര്യത്തിലാണോ എൻ്റെ ലൈഫിൽ സന്തോഷം ഇല്ലാതിരിക്കുന്നത്, അതിൽ 1% എങ്കിലും അല്ലെങ്കിൽ 0.0.1% എങ്കിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു ചെറിയ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു ചെറിയ സംഭവത്തെ നമ്മൾ പല പോലെ വളർത്തിയിട്ട് അതിന് നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറുമ്പോൾ, നന്ദിയുടെ കണ്ണ് അതിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് സമാധാനം കണ്ടു തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ സമാധാനമൊക്കെ എവിടെ പോയിക്കണേ അറിയോ, നമ്മൾ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലും കുറെ വേണ്ടാത്തതായിട്ടുള്ള കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു പ്രശ്നം വരികയാണ്. ആ പ്രശ്നം വരുമ്പോൾ നമുക്ക് 2 സോഴ്സാല്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒന്നെന്താ, നമ്മളൊരു ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്ന സംഭവമല്ലേ നമ്മൾ പിന്നെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു ലൈഫൊക്കെ വരും എന്നൊരു കാര്യം നമ്മൾ വെക്കുമ്പോഴാലേ നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ഒരു പ്രചോദനം, ഒരു ഫ്യുവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ലേ പ്രയർ എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മളാണ്ട് തവക്കുലാക്കൂലേ, ഞാൻ സെറ്റ് ഇറ്റ് ഫ്രീ ആക്കൂലേ, ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന പ്രശ്നങ്ങൾ എന്നിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ദൈവത്തിലേക്ക് നമ്മൾ സെറ്റ് ഇറ്റ് ഫ്രീ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു അബദ്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണേ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ലൊരു ലൈഫ് വേണമെന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിച്ചിട്ട് 2 3 മിനിറ്റ് കഴിഞ്ഞ് വേറൊരാളെ കാണുമ്പോൾ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? പ്രാരാബ്ധങ്ങളാണല്ലേ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണല്ലോ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണുള്ളത്, എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെ എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ പ്രാരാബ്ധങ്ങൾ മാത്രമാണല്ലേ നമുക്ക് വീണ്ടും പറയാനുള്ളത്. അങ്ങനെ ഈ പ്രാരാബ്ധങ്ങൾ പറയുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തോട് ചോദിച്ച ആ ദൈവത്തിനെ നമ്മൾ പോലും അറിയാതെ ഒരു ഫെയ്ത്ത് കുറയുന്ന അല്ലെങ്കിൽ പുച്ഛിക്കുന്ന ഒരു അവസ്ഥ അല്ലേ ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ നമ്മളൊരു ഹോപ്പ്ഫുൾ ആയിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് നമ്മൾ ക്രിയേറ്ററിനോട് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദിച്ച കാര്യത്തിൽ നമുക്ക് ശക്തി വേണം.
എന്നിരുന്നാലേ നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റോടം പോയിട്ട് വേറൊരു കാര്യം പറഞ്ഞൊരു സ്വഭാവമാണ്. ക്രിയേറ്ററിനെ കളിയാക്കുന്ന സ്വഭാവം. ഇത് പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്ന പോലുമില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഒരു കാര്യം നമ്മൾ ക്രിയേറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ഇറ്റ് ഫ്രീ ആണ്. പിന്നെ ഒരാൾ നിന്നോട് വന്ന് ചോദിക്കാണ്, ഇന്ന പോലെയാണല്ലോ, ഇന്ന പ്രശ്നങ്ങൾ നിന്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഭാരം ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ആ വ്യക്തിയോട് പറയാനുള്ളത്? പ്രശ്നങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി റെഡി ആവാൻ പോവുകയാണ്. ഹോപ്പ്ഫുൾ ആയിട്ടുള്ള വേർഡ് അല്ലേ ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട് ല്ലേ. മഴ തരാൻ വേണ്ടിയിട്ട് ദൈവത്തോട് കണ്ണുനീരായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം മഴ തരണേ, മഴ തരണേ എന്നിട്ട്. എന്നിട്ട് വേറൊരു ദിവസം ആ ഒരു വില്ലേജിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഒരൊറ്റ കുട്ടിയായിരുന്നു കൊടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അംബർലയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം ആ കുട്ടിയുടെ പ്രാർത്ഥനയിൽ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അത് വരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ബട്ട് മുന്നേ പ്രാർത്ഥിച്ച ആളുകളോ, അവർ ആണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന നടന്നിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കൂലേ, ഞാനൊക്കെ എവിടെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്? എനിക്കൊക്കെ എന്താണ് ഇത്ര ഉള്ളത്? മറ്റവന്റെ ലൈഫ് നോക്കിയേ, വാഹനത്തിന് വാഹനമുണ്ട്, പഠിത്തത്തിന് പഠിത്തമുണ്ട്, വീടാണെങ്കിലോ വെൽ സെറ്റഡ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കലുണ്ട് ല്ലേ. പക്ഷെ നമ്മളെ കാര്യത്തിലേക്ക് വരുമ്പോഴോ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ല്ലേ. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിന് ബിഹൈൻഡ് ആയിട്ട് എത്രത്തോളം പണികൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്രിയേറ്റർ കോൺഷ്യസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, സ്പിരിച്വൽ കോൺഷ്യസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ട് ല്ലേ, ഈ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സായിട്ട് മാറാൻ വേണ്ടിയിട്ട് എത്ര ആളുകൾ ഇതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും നോക്കുമ്പോൾ നമ്മളൊരു രാജാവല്ലേ. കാരണം നമ്മൾ ഈ ഒരു ഡ്രസ്സായിട്ട് മാറാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ നൂലുണ്ട് ല്ലേ, അതായത് പട്ടുനൂൽ പൊയ്യും, പട്ട് ഡ്രസ്സാന്നുണ്ടെങ്കിൽ പട്ടുനൂൽ പൊയ്യും, അല്ലെങ്കിൽ നൂല് എവിടുന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്ത് നിന്ന് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നൂലുണ്ടാക്കി ല്ലേ. ഈ നൂല് ഉണ്ടാക്കിയിട്ട് ആ നൂലുകളെല്ലാം കുറച്ച് പണിക്കാർ കൂടി ചേർന്നിട്ട് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കളർ യൂസ് ചെയ്തു, ആ കളറിലേക്ക് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർക്കേഴ്സ് അല്ലേ, അവർ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ഇത് കുറെ ആളുകൾ ക്യാരി ചെയ്തിട്ട് ഒരു ഷോപ്പിലേക്ക് എത്തിച്ചില്ലേ. എന്നിട്ട് ആ ഷോപ്പിലിരിക്കുന്ന ആളോ നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു. എന്നിട്ട് ആ ഷോപ്പ് പണിത് കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് ഇങ്ങനെ അയച്ചില്ലേ, എനിക്കൊരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഷോപ്പ് തന്നെ ഇവിടെ ഉള്ളത്. ഈ ഡ്രസ്സ് കിട്ടുന്നതിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എൻ്റെ ശരീരഭാഗങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുന്നു. ഈ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ വലിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എന്തൊക്കെയോ തല പുണ്ണാക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരണ്ട. അതല്ല നമുക്ക് വേണ്ടത്. ചെറിയ കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റുന്നോ, എത്രത്തോളം വാല്യൂ കൊണ്ടുവരാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ? എന്തിനാണ് ഓരോരുത്തരോടും നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് പല റിലീജിയൻസും അതേപോലെ തന്നെ പല ഗ്രേറ്റ് മാസ്റ്റേഴ്സും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്? യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്നതല്ലാത്ത പല ഫ്രെയിമും നമ്മൾ കാണും. പല സിറ്റുവേഷനിലൂടെ നമുക്ക് പോവാൻ പറ്റും. അപ്പോഴാണ് നമ്മൾക്കുള്ളതായിട്ടുള്ള അനുഗ്രഹം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന പല സമയത്തും പല അസുഖങ്ങളുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. ഒരൊറ്റ വ്യക്തിക്ക് തന്നെ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ ടി ബി അസുഖം ഉണ്ടായിട്ടുണ്ട്. ടി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ചുമച്ച് നമ്മൾ പല ബുദ്ധിമുട്ടിലും എത്തുന്ന ഒരവസ്ഥ ടി ബി എന്ന് പറയുന്നത്. അതേ പേഷ്യന്റിന് തന്നെ ഡയാലിസിസ് പ്രോബ്ലം ഉണ്ട്, കിഡ്നി വർക്കിംഗ് അല്ല. എന്നിട്ടും അദ്ദേഹം ചിരിച്ച് കളിച്ചിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നത് നമുക്ക് ശരിക്കും എത്രത്തോളം ഹെൽത്തിയാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള എത്രയും പൊട്ടൻഷ്യൽ ഉള്ള നമ്മളല്ലേ പിന്നെയും പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇത്ര പോകുന്ന ആളാണെന്നൊക്കെ. അപ്പൊ നമ്മളല്ലേ ശരിക്കും വിഡ്ഢി എന്ന് പറയുന്നത്? നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ കാണാതെ നമുക്ക് എത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ മാത്രം കണ്ണോടിച്ചു കൊണ്ടിട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനായി എന്ന് പറയുന്നത് നമ്മളെ മാത്രം പ്രശ്നമല്ലേ? നമ്മൾ എത്രത്തോളം നമ്മൾ ക്രിയേറ്ററെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ശരിക്കും ക്രിയേറ്റർ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അവിടെ ഇരിക്കുന്നുണ്ടോ? നമ്മൾ നമുക്കുള്ള അനുഗ്രഹം കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ ഒരു സംഭവം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഈവൻ നമുക്കൊരു ഡ്രസ്സ് ഇടാനുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവേണ്ടതുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടതുണ്ട്? അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നെങ്കിൽ അതിനൊക്കെ
അതിനൊക്കെ അപ്പുറമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡി തന്നെ എടുത്ത് നോക്കുമ്പോൾ വളരെയധികം വിചിത്രമാർന്ന സംഭവമാണല്ലേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ ഹെയർ, നമ്മൾ ഈ കാണുന്ന ഓരോരോ രോമങ്ങൾ എത്രത്തോളമാണ് മറ്റു അണുബാധകളിൽ നിന്നിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു കാഴ്ചയിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചയുടെ ഒന്നും പാടെ ഒരു ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാല് നമുക്കിവിടെ പല സൂക്ഷ്മാണുക്കളെയും കാണാൻ പറ്റും. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല രൂപങ്ങളുമാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണേണ്ടത് എന്താണോ അത് തന്നെ കണ്ണുകൊണ്ട് കാണിപ്പിച്ച് തന്നിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണല്ലേ നമ്മള്. ഇന്ന് ഞാനൊരു വീഡിയോ കാണാന് കാരണമായി. ആ ഒരു വീഡിയോയിൽ എന്താണ് പറഞ്ഞത്? ഒരു മൈക്രോവേവ് എന്നാ പറയുന്നത്. ഈ മൈക്രോവേവ് ആയിട്ടുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരെ അവിടെ മൈന്യൂട്ട് സൗണ്ട് വരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുംന്ന്. ഒരിക്കലും 45 മിനിറ്റ്സിനേറെ അവിടെ ഒരു വ്യക്തിയും സ്റ്റേ ചെയ്തിട്ടില്ലത്രേ. എന്തുകൊണ്ടാന്നറിയോ? ആ ഒരു കേജിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാല് ചെറിയ ചെറിയ നമ്മളെ ഹാർട്ടിന്റെ ബീറ്റ് വരെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിനപ്പുറമായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ഓരോ അസ്ഥികളും ചലിക്കുന്നുണ്ടല്ലേ, ഓരോരോ ബോൺസും ചലിക്കുന്നുണ്ടല്ലേ, ഈ ചലിക്കുന്ന ഓരോരോ ബോൺസിന്റെയും നമുക്ക് എന്ത് ശബ്ദം വരെ കേൾക്കാൻ പറ്റും. അത് കേട്ടിട്ട് നമ്മൾ കണ്ണടക്കുന്ന ഈ ലിപ്പ് നമ്മൾ ഈ കണ്ണടക്കില്ലേ, ലിപ്പല്ല, അതിൽ നമ്മൾ ക്ലോസ് ചെയ്യൂലേ, ഈ ക്ലോസ് ചെയ്യുന്ന ശബ്ദം വരെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ടിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതിൽ നിന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം വലിയ പ്രൊട്ടക്റ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. അപ്പൊ അത്രയും അനുഗ്രഹങ്ങൾ നമ്മൾ ഇരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ മറ്റോന്റെ ഇത് നോക്കിയിട്ട് അവനക്ക് വണ്ടി കിട്ടി, എനിക്ക് വണ്ടി കിട്ടിയില്ലല്ലോ, അവനക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, ഇതില്ലല്ലോ എന്നല്ലേ നമ്മൾ പറയുന്നത്. ശരിക്കും എപ്പോഴാണ് അറിയോ നമ്മൾ ഓരോ മനുഷ്യരും ഏറ്റവും നല്ലൊരു ഹാലിലും അല്ലെങ്കിൽ നല്ലൊരു അവസ്ഥയിലും ഹാപ്പിനെസ് നിരന്തരമായിട്ട് ലൈഫിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ലൈഫിലും അതുപോലെ തന്നെ മറ്റൊരാളിലും സക്സസ് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ ലൈഫിലും നമ്മളെ ഓപ്പോസിറ്റും നമ്മളെ സറൗണ്ടിങ്സിലും ആരുണ്ടോ അവരുടെ വിജയത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള മനുഷ്യനെന്ന് പറയുന്ന ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും പറയലുണ്ട് ഞാൻ മനുഷ്യനാണ്, മറ്റു ജീവികളെക്കാളും ഡിഫറന്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരണം. മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ വരുന്നുണ്ടോ? നമ്മളിൽ നിന്ന് വരുന്ന പ്രവർത്തനമെല്ലാം ഈവിൾ സൈഡ് ആയിട്ടുള്ള പ്രവർത്തനമല്ലേ? പൈശാചികം പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളല്ലേ നമ്മളിൽ നിന്ന് വരുന്നത്. മനുഷ്യനെന്ന് കറന്റ് സെഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും പ്യുവർ ആയിട്ടുള്ള ഡയമണ്ട് ആണ്. ആ ഡയമണ്ടിന് മുകളിൽ കുറേ കാർബണും കുറേ വേണ്ടാത്ത കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ ഓരോ സെഷനുകളായിട്ട് നമ്മൾ അതിനെങ്ങനെ തുടച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പല പ്രവാചകന്മാരും പല സന്യാസിനിമാരും ഈ വേൾഡിൽ വന്നിട്ട് എന്തിനാ നമ്മൾ അവരെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കാരണത്? കാരണം അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള ലൈഫ് എന്താണ്, ഹാപ്പിനെസ്സോടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ അവർ നമുക്ക് കാണിച്ച് ചൈറ്റയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്യുവർ ആയിട്ടുള്ള ഡയമണ്ട് ആണ് എന്നുള്ളതാണ്. അവനെ കൊണ്ട് സാധ്യമാകാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളതാണ്. സയന്റിഫിക് ആസ്പെക്റ്റിൽ പറയുമ്പോൾ പലപ്പോഴും സ്കൂളുകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന, പൊട്ടൻഷ്യൽ എനർജി എന്നല്ല, എന്താണ് പൊട്ടൻഷ്യൽ എനർജി, അതേപോലെ തന്നെ കൈനറ്റിക് എനർജി എന്നൊക്കെ ഉണ്ട്. അതായത് ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന എനർജി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ പറ്റില്ലേ. അത് വേറൊരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്തായി, കൈനറ്റിക് എനർജി ആയില്ലേ. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി ആയിട്ട് മാറിയെന്നുള്ളതാണ്. നമുക്ക് മുന്നിൽ ഒരു ഫാൻ ഉണ്ട് എന്ന് വെച്ചോളൂ. ആ ഒരു ഫാൻ അവിടെ ഇരുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു ഉപകാരപ്രദമായിട്ട് മാറില്ല അല്ലെ. ആ ഫാനിലേക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എനർജി പാസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഉപകാരമായിട്ട് മാറുന്നത് അല്ലെ. കറങ്ങുന്നതിലൂടെ ഉപകാരമായിട്ട് മാറുന്നില്ലേ. അങ്ങനെ ഏതൊരു ഉപകരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു മിക്സി ഉണ്ടെന്ന് വെച്ചോളൂ. ഫുഡിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യൂലേ. പക്ഷെ ആ മിക്സി ഉണ്ടായിട്ട് ഫുഡ് അതിലേക്ക് ഇട്ടത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ കറണ്ട് എന്ന് പറയുന്ന ഒരു എനർജി പോസിബിൾ ആവണ്ടേ. ആ എനർജി വരുന്നതിലൂടെ മാത്രമല്ലേ അത് കറങ്ങുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പരിപൂർണമായ പ്രവർത്തനത്തിലേക്ക് അത് മാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. ഈ ശരീരം ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മളായില്ല. നമ്മൾക്കൊരു എനർജി ഉണ്ട് എന്നുള്ളതാണ്. ഈ എനർജിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ, അതിനെ നമ്മൾ എലവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കും അമാനുഷികമായിട്ടുള്ള, അതായത് അമാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
എങ്ങനെ നമുക്ക് നമ്മളെ എനർജിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും? അതിനുള്ള ഫസ്റ്റ്ത്തതായിട്ടുള്ള റൂളാണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ നിൽക്കുന്ന ഓരോരോ അവസ്ഥയിലേക്കും നമ്മളിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക. നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അവസ്ഥയിലേക്ക് എത്താന്ന് പറയുമ്പോ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി മോർണിംഗ് നിങ്ങളൊരു ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറിയിട്ട് ആ ബസ്സിൽ നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് ശരിയാണ്. എന്നാലും നിങ്ങൾക്കൊരു പ്രശ്നവും പറ്റാതെ ഒരു ഡെസ്റ്റിനേഷന്ന് നിന്ന് മറ്റൊരു ഡെസ്റ്റിനിലേക്ക് നിങ്ങൾ ആക്കി തന്നില്ലേ ആ ഒരു വ്യക്തി. അപ്പൊ നമ്മൾ ആ ഡ്രൈവറിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതായിട്ടില്ലേ? നമ്മളവിടെ പറയുന്നുണ്ടോ? ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളും നമ്മൾ മോർ ഫോക്കസ് ചെയ്യുമ്പോൾ, അപ്പൊ എപ്പളാണ് നെഗറ്റീവ് എനർജിക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ നമ്മുടെ ലൈഫിലേക്ക് വരാൻ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്? ഒരിക്കലും ഇല്ലല്ലേ? അപ്പളാണ് നമുക്ക് ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ടും ഹാപ്പിനെസ് ആയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുക. അപ്പൊ ഹാപ്പിനെസിന്റെ കീ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കീകളുണ്ട് ട്ടോ. ലവ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ഫോർഗീവ്നെസ് ഇതൊക്കെ ഓരോ കീകളാണ്. അതിൽ ഈ കീകളൊക്കെ തുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഗ്രേറ്റ് കീ എന്ന് നമുക്ക് പറയാൻ പറ്റും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മുതൽ ഈ സെഷൻ കേട്ടവരാരാണോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ലൈഫിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ട ഒരു രീതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് കൊണ്ടേയിരിക്കുക. ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക. എല്ലാ നിമിഷവും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിംഗ് ഒക്കെ നമ്മുടെ മെന്ററിംഗിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യലുണ്ട്. അതിൽ നമ്മൾ പറയുമ്പോൾ ആളുകൾ പലപ്പോഴും നമ്മളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. ഈ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ എല്ലാ സാറ്റർഡേയ്സും ഫ്രീ ആയിട്ട് ഈ സെഷൻ കിട്ടുന്നത് കൊണ്ടാവാം വർത്ത് ഇല്ലാത്തത്. പക്ഷെ നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും വളരെയധികം ട്രൂത്ത്ഫുള്ളും വേർത്ത്ഫുള്ളും ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എന്ന അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എണീറ്റതിന് മുന്നൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കാണാനുള്ളത് എന്താവും? ഓ, രാവിലെ നീറ്റ് ഓഫീസ് പോണ ഇടയിൽ ഇന്നിന്ന സ്ട്രാറ്റജീസ് കണ്ടു, ഇന്നിന്ന ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, എന്നാലും വേണ്ടിയിരുന്നില്ല. ഈ കാര്യം മാത്രമല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ ആ കാര്യം അവിടെ കണ്ടതിനപ്പുറം അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ഇന്ന് രാവിലെ മുതൽ എണീറ്റപ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ എനിക്ക് നല്ല രീതിയിൽ ശ്വാസം വലിക്കാൻ പറ്റിയല്ലോ. ഒരനുഗ്രഹവും കിട്ടാത്ത ആളുകൾ ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരാൾ എനിക്ക് ചിരിച്ചു തന്നീല്ലേ. അതായത് കോടിക്കണക്കിന് ആളുകൾ ഈ വേൾഡിൽ ഉണ്ടല്ലേ, അതിന്നൊരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങൾക്ക് മാത്രമായിട്ട് ചിരിച്ചു തരികയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹമുള്ള സംഭവമല്ലേ. എനിക്കൊരു വണ്ടി ടൈമിന് തന്നെ കിട്ടിയല്ലോ, ടൈം മാറിക്കഴിഞ്ഞാലും എനിക്കൊരു വാഹനം കിട്ടിയില്ലേ, ഞാൻ ഓഫീസിലെത്തി എത്ര സന്തോഷമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതിനപ്പുറമായിട്ട് എനിക്ക് ഈ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനൊക്കെ ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയൊക്കെ ഒന്ന് നമ്മുടെ ഹാർട്ടിലേക്കൊക്കെ വെച്ചിങ്ങനെ തല താത്തിയിട്ട്, തല താത്തൊന്നും വേണ്ട, ഏത് രീതിയിലാണോ ആ രീതിയിൽ കണ്ണൊക്കെ അടച്ചിട്ട് ഒന്ന് താങ്ക് യു എന്ന് നമുക്ക് നമ്മുടെ സെൽഫിനോടും നമുക്കിതെല്ലാം തന്ന ക്രിയേറ്ററിനോടും നമ്മൾ പറയുമ്പോൾ ലൈഫ് ഒന്ന് കളർഫുൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. കളർഫുൾ ആയിട്ട് മാറാന്ന് പറഞ്ഞത് വെറുതെ ഒരു അതിശോക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഈ കളർഫുൾ ആയിട്ട് മാറാൻ എന്താണ്? കളർഫുൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാർന്ന കളറുകളാണ് അല്ലെ. അതുപോലെ തന്നെ വ്യത്യസ്തമാർന്ന അനുഭവങ്ങളും അനുഭൂതികൾ കൊണ്ടും നമ്മുടെ ലൈഫ് നിറയും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒന്നാമത്തെ അവസ്ഥ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ മതി. ലൈഫിൽ നമ്മളൊരു യാത്രയിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ യാത്ര പോകാൻ പേടിയുള്ള പല ആളുകൾ ഉണ്ടാവില്ലേ. നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എനിക്കും ഈ യാത്രകൾ ചെയ്യാന്ന് പറഞ്ഞത് തുടക്കത്തിലൊക്കെ ഒരു പേടിയുള്ള സമയം, കാരണം ഒറ്റയ്ക്ക് പലയിടങ്ങളും സഞ്ചരിക്കണം എന്നൊക്കെ പറയുന്നത് പല ആളുകളെയും പല അപരിചിതരെയും നമ്മൾ കാണുകയാണല്ലേ. ഈ കാണുമ്പോഴൊക്കെ എന്തൊക്കെ സംഭവിക്കും, അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ടാണല്ലോ നമുക്കുള്ളത്. ഈ തോട്ട്സ് ഒക്കെ കളഞ്ഞിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു യാത്രക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ നമ്മൾ പുറപ്പെടുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ കോൺഫിഡന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്താന്ന് വെച്ചാൽ, നമ്മളല്ലാത്തൊരു ശക്തിയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മളെ ക്രിയേറ്ററിലേക്കോ നമുക്ക് എന്തിലാണോ കൂടുതൽ വിശ്വാസമുള്ളത് ആ വിശ്വാസമുള്ളതിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാനല്ല ഇതെല്ലാം ചെയ്യുന്നത്, ഇതിനപ്പുറമായിട്ട് എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തി ബിഹൈൻഡ് ഉണ്ട്. ആ ശക്തി എന്നെ നേർമാർഗത്തിലൂടെ മാത്രമേ നയിക്കുള്ളൂ എന്നൊരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട്, ഒന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ, കോൺഫിഡൻറ്റിന് അപ്പുറമായിട്ട് ഗോഡ്ഫിഡൻറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ, കോൺഫിഡൻറ്റിനപ്പുറമായിട്ട് ഗോഡ്ഫിഡൻറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ പോസിബിൾ ആവുന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്ത് നോക്കിയേ, നമ്മൾ പോലും അറിയാത്ത പല മാജിക്കുകളും മിറാക്കിൾസും നമ്മുടെ ലൈഫിലും ആ ജേണിയിൽ വന്നു വരും എന്നുള്ളതാണ്. കുറേ ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടാണ്ടാവും. കാരണം എന്താ അറിയോ, യഥാർത്ഥമായിട്ട് ഏൽപ്പിക്കേണ്ട ഇടത്തിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഇപ്പൊ പല യാത്രകളും നമ്മൾ പോകുമ്പോൾ, യാത്രകളെ പറ്റി പറയുമ്പോൾ പല യാത്രകളും നമ്മൾ പോയിട്ട് അവിടൊക്കെ പല കലഹങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റൂലേ. ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് അവർ തല്ലി പിരിഞ്ഞു പോകുന്നെന്നോ, അല്ലെങ്കിൽ നമ്മൾ കപ്പിൾസ് ആയിട്ട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ ഇങ്ങട് നമ്മുടെ വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ആകെ എല്ലാം കളഞ്ഞു കുടിച്ചു വരുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അറിയോ? നമ്മൾ ഈ യാത്ര എന്ന് മാത്രത്തിനപ്പുറമായിട്ട് ഈ യാത്ര ഞാൻ ചെയ്യുന്നത് എത്രത്തോളം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, എത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് കൂടെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ നോക്കുമ്പോൾ, അതായത് മൂന്നാറിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ കുറേ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കൂലേ. ഈ കണ്ണിന് കുളിർമ ഇങ്ങനെ കിട്ടുമ്പോൾ മനസ്സിനും എന്തെന്നില്ലാത്ത കുളിർമയാണല്ലേ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഏതവസ്ഥയിലാണോ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത്, യാത്ര ചെയ്യണം, ചെയ്യുന്നതിന് അപ്പുറമായിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് കുളിർമക്ക് അപ്പുറമായിട്ട് ഹൃദയത്തിന്റെ കുളിർമയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുളിർമയുള്ള സാധനത്തിന് ഉള്ളിലേക്ക് കയറ്റുക. അതെന്താണ്? ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഗിഫ്റ്റ് ഒരാൾ കൊടുന്നൊരാണ്. അയാൾ ആ ഗിഫ്റ്റ് കൊടുന്ന് തരുമ്പോൾ നമുക്ക് നല്ല സന്തോഷാവൂലേ ആ ഒരു വ്യക്തിനോട്? അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്തെന്നില്ലാത്തൊരു ഫീലിംഗ് ആവൂലേ? ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ നമുക്ക് നല്ല ഇഷ്ടത്തോട് കൂടിയിട്ടുള്ള. എന്നിട്ട് നമ്മൾ താങ്ക് യു എന്നൊക്കെ ചിലപ്പം പറയൂലേ. ചിലപ്പോൾ നമുക്കെന്താ നമ്മൾ പോലും അവർക്ക് വേണ്ടി അവർ പോലും അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോകൂലേ. ഇന്നൊരു സമ്മാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവർ തന്നല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകൂലേ. ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മുടെ ക്രിയേറ്റർക്കോ അല്ലെങ്കിൽ നമുക്ക് നിരന്തരമായിട്ടുള്ള സമ്മാനം തരുന്ന ആൾക്കാർക്ക് കൊടുത്താലല്ലേ വീണ്ടും നമുക്ക് കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പൊ ഇനിയും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ള കാര്യത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിക്കുക എന്നുള്ളതാണ്. ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിനെന്തോ ചെയ്യണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇസ്ലാമിക സ്പിരിച്വാലിറ്റിയിൽ പല ആളുകളും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വശമാണ്. താങ്ക് യു എന്ന് പറഞ്ഞ് കേട്ടില്ലേ? അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വശമാണ്. തുടക്കത്തിലൊക്കെ നമുക്ക് കുറെ സ്റ്റെക്നെസ്സും കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. എന്ത് വേറെ ഒരാളോട് താങ്ക് യു ഇപ്പൊ എങ്ങനെ പറയാം, ഓൻ എന്താ വിചാരിക്കുക ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ വിചാരിക്കുന്ന തോട്ട്സിനെ വളമിട്ട് വളർത്താതെ, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, നമ്മൾ നമ്മളോട് തന്നെ പറയാം. അതായത് ഇന്ന് എന്നെ യാത്ര ചെയ്ത ആൾക്ക് ഞാൻ ഒരു മെന്റൽ ഫ്രെയിമിൽ മാനസികമായിട്ട് ഞാൻ താങ്ക് യു പറയാണ്. അപ്പോൾ ഒരു സംഭവം താങ്ക് യു എന്ന് പറയാം. അതായത് നമ്മൾ യാത്ര ചെയ്യേണ്ട യാത്രയിൽ നമ്മൾ ആരാണോ ഹെൽപ്പ് ചെയ്ത് അവർക്ക് താങ്ക് യു എന്ന് പറയാം. മെന്റൽ ഫ്രെയിമിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ മുഖം കണ്ടിട്ട് അവർക്കൊക്കെ താങ്ക് യു പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് ആരെങ്കിലും നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലേ, ആ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ അദ്ദേഹത്തിന് നിരന്തരമായിട്ട് താങ്ക് യു പറഞ്ഞു നോക്കിയേ. അദ്ദേഹം എന്തെങ്കിലും നല്ലത് നമുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ചെയ്ത കാര്യത്തിലേക്ക് നമ്മൾ ചെയ്തു നോക്കിയേ, നോക്കി നോക്കിയേ. അപ്പൊ അദ്ദേഹം വരെ നമ്മളോട് മാറി ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം എപ്പോഴും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഫണ്ടമെന്റൽ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. ഈ ചിന്തയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ത്യജിക്കണം എന്ന കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ? സക്സസ് ആവാൻ വേണ്ടിയിട്ട് കുറേ കാര്യം ത്യജിക്കണം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ ഒരിക്കലും നമ്മൾ ത്യജിക്കേണ്ടതായിട്ടുള്ള കാര്യം കുറേ മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെയാണ്. എന്നെ കൊണ്ട് ഇത് നടക്കുമോ, ഞാനിപ്പോൾ എന്തിനാ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത്, ഞാൻ ഇപ്പം എന്തിനാ ഓനക്കൊരു നല്ല കാര്യം ചെയ്തു കൊടുക്കുന്നത് എന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മുന്നോട്ടേക്ക് പോകാന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്കൊരു നല്ലത് കിട്ടിയിട്ടില്ലെങ്കിലും പ്രപഞ്ചം ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാത്തിനും മെമ്മറി ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ചെടികൾക്കും നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിനും എല്ലാത്തിനും കുറേ കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് എല്ലാവർക്കും മെമ്മറി ഉണ്ട് എന്നുള്ളതാണ്. സയൻസ് പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത പല രീതിയിലും നമുക്ക് പല ഗിഫ്റ്റും കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഏറ്റവും നല്ലൊരു മൂഡിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹാപ്പിനെസ്സിൽ എത്തുന്നത് എന്തിനാണെന്നറിയോ? ഒന്ന് നമുക്ക് നല്ല അവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പുറത്തേക്ക് വിടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി ഡിറ്റക്ട് ചെയ്യാൻ മരങ്ങൾക്കും സസ്യങ്ങൾക്കും പ്രപഞ്ചത്തിനും സാധ്യമാകും എന്നുള്ളതാണ്. അത് ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, നമ്മൾ എപ്പോഴാണ് ഹാപ്പിനെസ് ആയിട്ടിരിക്കുക, നമ്മൾ ഇതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ അവസ്ഥ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഹാപ്പിനെസ് ആവുമല്ലേ. ഈ ഹാപ്പിനെസ് ആവുമ്പോൾ നല്ല കാര്യമല്ലേ നമ്മളിന്ന് പുറത്ത് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ നോക്കുന്നതിലെല്ലാം നമുക്ക് നല്ലതല്ലേ കാണുള്ളൂ. പറയുന്നതെല്ലാം നല്ല പ്രവർത്തനമല്ലേ. എപ്പോഴുമാണ് നമ്മളെ നാവെല്ലാം അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ബാഡ് വേർഡ്സും വേണ്ടാത്ത പ്രവർത്തനവും പറഞ്ഞിട്ടും നമ്മൾ മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്നത്? നമുക്ക് പറ്റാത്ത സംഭവം സംഭവിക്കുമ്പോഴല്ലേ.
അപ്പൊ ഈ പറ്റാത്ത സംഭവത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കൊണ്ടുവരുമ്പോൾ എല്ലാം നമുക്ക് പോസിബിൾ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ലൈഫിൽ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും വാക്കുകൾക്ക് നമ്മൾ പറയില്ലേ കത്തിയുടെ മൂർച്ചമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് ലൈഫിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് നിരന്തരമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നത്. ശരിക്കും വെള്ളത്തിൽ മുങ്ങി ചാവാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു കയറിട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ രക്ഷിക്കുമ്പോൾ എത്രത്തോളം സമാധാനാവൂലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വാക്കുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഓരോരോ വിസ്ഡംസും, ഓരോരോ അറിവുകളും നിങ്ങളെ ലൈഫിൽ സ്വയം എടുക്കുന്ന പോലെ തന്നെ വേറൊരാള് ബാഡ് ആയിട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടോ, സാഡ്നെസ്സിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. കാരണം നമ്മുടെ പല വാക്കുകളാവാം പല ആളുകളെയും രക്ഷിക്കുന്നതും, പല ആളുകൾക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ കുളത്തിൽ മുങ്ങിച്ചാവാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു കയറായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നല്ലത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നല്ലത് മാത്രം നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ തിയറി ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് അതിന് നമ്മൾ ഫീൽ ചെയ്ത് തുടങ്ങാം. അപ്പൊ അതിലേക്ക് ഇൻഡെപ്തിലേക്കുള്ള കണ്ടന്റ് ആണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹാപ്പിനെസിനെ പറ്റിയാണ്. അപ്പൊ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു സത്തിനെ, ഈ ഒരു എസൻസിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഇത് പിടിക്കുന്നതിലൂടെ ലൈഫിനെ നമുക്ക് നല്ല ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 30 മിനിറ്റ്സിന്റെ ഡിസ്കഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് കേട്ടവർക്ക് എല്ലാവർക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾ പേഴ്സണലായിട്ട് കണക്ട് ചെയ്യുമെങ്കിൽ പേഴ്സണലായിട്ട് കണക്ട് ചെയ്യാം ട്ടോ. അപ്പൊ താങ്ക് യു എന്ന് നിലനിർത്താൻ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. സെഷൻ നിങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കേട്ടത് കൊണ്ട് മാത്രമായില്ല, കേട്ട അറിവിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അനുഭവം സാധ്യമായിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മള് കേട്ട് 3 ദിവസം ഈ ഒരു എനർജിയില് നമ്മള് പോകും. 4-ം ദിവസം നമ്മള് പഴയ പോലെ തന്നെ ആയിട്ട് മാറും. അപ്പൊ ഇതിന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ലൈഫിൽ ഇന്ന പ്രോബ്ലമാണ് ഉള്ളതെന്ന് കുറേ ആളുകൾ പറയലുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ പ്രോബ്ലം മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പൊ ആ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ ആ പ്രോബ്ലത്തെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ചെയ്യുന്ന പ്രവർത്തനമോ അതും ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. കറക്റ്റ് ടൈം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ബൈ.